കാബൂസ് കിച്ചൻ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്ക് പീസ് വിത്ത് പോച്ച്ഡ് എഗ്സ് ആണ്. അപ്പം ചിക്ക് പീസ്, അതായത് വെള്ളക്കടല തലേന്ന് തന്നെ കുതിർത്ത് വെച്ച് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളക്കടലയായിരുന്നു എടുത്തിരുന്നത്. അപ്പം ആദ്യം തന്നെ വെള്ളക്കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, തേങ്ങാക്കൊത്ത് ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി 5 അല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഒരു 2 മീഡിയം സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം അങ്ങ് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനൊക്കെ നല്ലതാണ്. പിന്നീട് പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടങ്ങ് ചെറുതായിട്ട് അരിയണ്ട, ഏകദേശം ഒരു സൈസിൽ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. ഇനി ഇതിലേക്കാണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില നമുക്ക് കുറച്ച് വേണമെങ്കിൽ ബാക്കി എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില നല്ലതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ജീരകപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നല്ല എരി കൂട്ടുന്നവരാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും വെള്ളക്കടല ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേവിച്ച് വെച്ചിരുന്ന വെള്ളക്കടല. ഇനി ഈ മസാല എല്ലാം കൂടെ, വെള്ളക്കടല എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ക്യാരറ്റ്, പിന്നീട് മല്ലിയില, നമ്മുടെ മസാല, വെള്ളക്കടല വെച്ച് ചെയ്ത മസാല റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ടേസ്റ്റിയാണത്. മസാല തന്നെ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ആണ് നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോച്ച്ഡ് എഗ്ഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ, വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. വിനിഗർ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി ഒരു 2 കിഡ്നി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഒരു എണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. സൈഡിലൊന്നും മുട്ട ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒന്ന് തടവി വിടുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇറക്കി കൊടുക്കാം. കണ്ണാപ്പ വെച്ചിട്ടാണ് ഞാൻ ഇറക്കുന്നത് കേട്ടോ. പക്കിടുണ്ടെങ്കിൽ പക്കിട് വെച്ചും ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണാപ്പ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് അതങ്ങ് ഇറങ്ങി. ഇതൊന്ന് മൂടി വയ്ക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കഴിയും. എക്സാക്റ്റ് ഒരു 2 മിനിറ്റ് ആയിരുന്നു, കാരണം ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റിൽ തന്നെ അത് മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എങ്ങനെയാണോ ഇറക്കിയത് അതുപോലെ കണ്ണാപ്പ വെച്ചിട്ട് തന്നെ കോരിയെടുത്ത് സിമ്പിളായിട്ട് ഇത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കുരുമുളക് പൊടി, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം, മസാല ഇട്ട്. ഇതിൻ്റെ മുകളിൽ തേങ്ങാക്കൊത്തും കുക്കുംബറൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പാച്ചില വെച്ചിട്ട് മുട്ട പോച്ച്ഡ് എഗ്ഗ് വെച്ച് കൊടുത്തു. ഇനി ഒരു നൈഫ് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു മഞ്ഞ നന്നായിട്ട് ആ ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, കടലിലേക്ക് ഇറങ്ങുന്ന. ഇനി ഞാൻ മുറിച്ച്
പീസായിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ലൊരു പവർ പാക്ഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്ക് പീസും അതുപോലെ തന്നെ പോച്ച്ഡ് എഗ്ഗും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണിത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി